ഒരു സ്കൂളിനെ പറ്റിയിട്ട് ഒരു ഗൂഗിൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് കണ്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നു. അപ്പം ഞാൻ ഓർത്തു ഞങ്ങൾ പ്ലേ സ്കൂൾ നോക്കിയതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യാമെന്ന്. റിച്ചുവിന് 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ പ്ലേ സ്കൂൾ അന്വേഷിച്ച് തുടങ്ങിയത്. അപ്പം റിച്ചുവിന് ഒരു 5-6 മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ കോവിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അവനെ നമ്മളെങ്ങും കൊണ്ടുപോകാതെ ഫ്ലാറ്റിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിട്ട് വളർത്തിയതായിരുന്നു. അങ്ങനെ അധികം ആൾക്കാരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാതെ നടന്നതാണ്. അപ്പോൾ സ്കൂളിങ് പിന്നെ ഫ്ലാറ്റിൽ വന്ന് കോവിഡൊക്കെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അടുത്തുള്ള ഫ്ലാറ്റിലുള്ള പിള്ളേരും അവരുമായിട്ടൊക്കെ കളിച്ചു തുടങ്ങിയത്. അപ്പോൾ എന്നാലും നമുക്ക് അങ്ങനെ അത്രയും കുറച്ച് പേരല്ലേ ഉള്ളൂ. കുറച്ച് സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ആ ഒരു രീതിയിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പ്ലേ സ്കൂൾ നോക്കുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റിലുണ്ടായിരുന്ന അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയും ഞാനും കൂടെ പ്ലേ സ്കൂൾ നോക്കി. അപ്പോൾ കൊച്ചിയിലുണ്ടായിരുന്നുള്ള അടുത്തുള്ള കുറേ പ്ലേ സ്കൂൾ ഞങ്ങൾ നോക്കി. യൂറോ കിഡ്സ്, ടൈം കിഡ്സ് തന്നെ ഇൻഫോ പാർക്കിലും മാവേലിപുരത്തും ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഞങ്ങൾ പോയി നോക്കി. പിന്നെ സിഡ്നി, അങ്ങനെ സ്ട്രോബെറി ടോട്ട്സ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ എറണാകുളത്താകുമ്പോൾ കാക്കനാട് അടുത്ത് തന്നെ കുറേ പ്ലേ സ്കൂളുണ്ടല്ലോ. ഞങ്ങൾ കുറേയൊക്കെ അടുത്തുള്ള എല്ലാം പോയി നോക്കി. അന്ന് നോക്കിയതിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്താ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കൽ അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുറച്ച് നേരം കളിച്ചിരിക്കുക. അപ്പോൾ ഉച്ച വരെ ഉണ്ടായിരുന്നു. മിക്കവാറും ചിലയിടത്ത് വൈകിട്ട് വരെ ഉണ്ട്, ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വൈകിട്ട് വരെ വേണ്ട, ഉച്ച വരെ മതി, കുറച്ചുകൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നമ്മൾ എല്ലായിടത്തും പോയി സംസാരിച്ചു. കാരണം നമ്മൾ അവരോട് പോയി സംസാരിക്കുമ്പോഴാണല്ലോ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു പെരുമാറ്റവും അവരുമായിട്ട് പിന്നെ ക്ലാസ് റൂമൊക്കെ കാണണം എന്ന് പറയും. അപ്പോൾ നമ്മളവിടെ ചെല്ലും, അവരുമായിട്ട് സംസാരിക്കും, ഫീസും എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ക്ലാസ് റൂം കാണണം എന്ന് പറയും. അപ്പോൾ അവർ നമ്മൾ ക്ലാസ് റൂം എല്ലാം കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ടാണ് ലാസ്റ്റ് നമ്മൾ ടൈം കിഡ്സ് സെലക്ട് ചെയ്തത്. വളരെ നല്ലതായിരുന്നു. പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയും നാളും പുറത്തൊന്നും പോവാതെ പെട്ടെന്ന് അങ്ങനെ ഒരു പുറത്തോട്ട് പിള്ളേരുമായിട്ടെല്ലാം മിങ്കിളായപ്പോഴത്തേക്കിനും എല്ലാ ദിവസവും പനിയായിരുന്നു. 2 ദിവസം പോവും, 3 ദിവസം പനി, അങ്ങനെ പനി കണ്ടിന്യൂസ് പനിയായിരുന്നു. കൂടുതൽ ലീവായിരുന്നു. പക്ഷെ എന്നാലും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം പോകുമ്പം അവിടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അവരെന്നും ഫോട്ടോസ് എല്ലാം അയച്ചൊക്കെ തരും. പിന്നെ പാട്ടും ഡാൻസും പ്രോഗ്രാം, സ്പോർട്സ് എല്ലാം ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ്മാരുമായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു. പിന്നെ ഈ ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ഒരു മാം ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമുക്ക് കൊച്ചിൻ്റെ ഫോട്ടോ അയച്ചു തരും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്രണ്ട് ഓഫീസിൽ ഒരാൾ വന്നിട്ട് അവർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. നമുക്ക് ഫോൺ വിളിച്ചാലൊന്നും അങ്ങനെ എടുക്കത്തില്ല, അല്ലെങ്കിൽ അവരത് കറക്റ്റായിട്ട് അവർ നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പം ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് അവർ വന്നത്. അതിനു മുമ്പ് പക്ഷേ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ സ്കൂളിൻ്റെ കേസിലും ആക്ടിവിറ്റീസിൻ്റെ കേസിലായാലും ടീച്ചേഴ്സിൻ്റെ കേസിലായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്തൊക്കെ ഡാൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ഇത്രയും ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇവർ ഇത്രയൊക്കെ പഠിച്ചോ എന്നുള്ളൊരു ഫീലിംഗ് ഇല്ലേ, അങ്ങനെ. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് PTA മീറ്റിംഗ് പോലെ നടത്തും. അപ്പം നമുക്ക് അവർ കാണിച്ചു തരും അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് നടത്തി, അങ്ങനെ കൊച്ചിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അങ്ങനത്തെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളെടുത്ത് പറയും. അങ്ങനെ പിന്നെ നമ്മളങ്ങനെ വലിയ പഠിക്കുന്നതല്ല, നമ്മളൊരു കുറച്ച് നേരം എത്ര നേരം അവരുടെ കൂടെ, അങ്ങനെ നമുക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ കൂടെ അത്രയും കളിക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് കുട്ടികളായിട്ടൊക്കെ കളിച്ച് ഇങ്ങനൊരു രീതിയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർത്തത് 3-ാം വയസ്സിൽ അവിടെ PKG ചേർക്കുമ്പോൾ പ്ലേ ഗ്രൂപ്പിലായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചേർക്കുമ്പം നെക്സ്റ്റ് ഇയറിൽ LKG ചേർക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അങ്ങനെ അവിടെ ഒരു വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൻ്റെ LKGയുടെ അഡ്മിഷൻ്റെ കാര്യത്തിന് അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള സ്കൂളിൽ പോയപ്പോഴാണ് പറഞ്ഞത് 4 വയസ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ LKGയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്നാണ് റൂളെന്ന്. ഫ്രണ്ട്സിൻ്റെ കുറച്ച് കുട്ടികളൊക്കെ നാട്ടിലെ കൊല്ലമൊക്കെ ഉള്ള കുറച്ച് കുട്ടികളൊക്കെ അവർ അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പം ഇവിടെ 4 വയസ്സ് കമ്പൽസറി ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്തിനാ ഇപ്പം ധൃതി പിടിച്ച് നമ്മൾ എവിടെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ, സ്ട്രിക്റ്റ് അങ്ങനെ 4 വയസ്സ് കമ്പൽസറി ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ചേർത്താൽ മതി. കാരണം നമുക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഒരു വർഷവും കൂടെ കഴിയുമ്പോഴത്തേക്കിനും അവർക്കത് പഠിച്ചെടുക്കാനുള്ള കുറച്ചുകൂടെ
LKG ആകുമ്പോൾ എന്തായാലും എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ അവർക്കത് കുറച്ചുകൂടെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ 2023 LKG ചേർക്കാനിരുന്നതാണ് ഞങ്ങൾ. അപ്പോഴാണ് ഇത് ഇങ്ങനൊരു പ്രശ്നം കാരണം ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ വീണ്ടും ഒരു വർഷം എവിടെ വിടും? അപ്പം വീണ്ടും സെയിം നമ്മളിവിടെ അടുത്തുള്ള കുറേ പ്ലേ സ്കൂളിലെല്ലാം പോയി അന്വേഷിച്ചു. 9 to 3 o'clock വരെ നമുക്ക് ABC to Z എല്ലാം എഴുതാൻ പഠിപ്പിക്കും, 1 to 10 പഠിപ്പിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പക്കാ സിലബസ് പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ അടുത്ത് അന്വേഷിച്ചപ്പം അങ്ങനെയാണ് മർത്തോമ സ്കൂൾ അന്വേഷിച്ചപ്പം അവിടെ ഇതുപോലെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് കുറേ സിലബസ് എല്ലാം നമുക്ക് കാണിച്ചു തന്നു. നമ്മൾ ഇതുപോലെ എല്ലാ നോക്കി ഇവിടെ കുറേ സ്കൂളുകളെല്ലാം പോയി അന്വേഷിച്ചു, എല്ലായിടത്തും പോയി കണ്ടു. അങ്ങനെയാണ് കൺഫ്യൂഷനായി. കാരണം അടുത്ത വർഷം LKG ചേർക്കും. ഇവന് LKGയിൽ കയറാൻ വേണ്ടി 2-3-4 മാസത്തിന്റെ ഡിഫറൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവിടെ കുറച്ച് സിലബസ് ഉള്ളിടത്ത് വിടണോ? അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു വർഷം അല്ലാതെടുത്ത് വിട്ടതാണല്ലോ. അപ്പോൾ ഇനി സിലബസ് ഉള്ളിടത്ത് വിടണോ അതോ ജസ്റ്റ് ഇതിൽ വിട്ടാൽ മതിയോ എന്നുള്ളൊരു കൺഫ്യൂഷനായി. പിന്നെ അവസാനം ഞാൻ മർത്തോമ സ്കൂളിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് പേജ് എല്ലാം എടുത്ത് നോക്കി. അപ്പോൾ കുറേ ആക്ടിവിറ്റീസും അങ്ങനെ കുറച്ചുകൂടെ ഭയങ്കര നല്ല രീതിയിൽ തോന്നി അവരുടെ പ്രോഗ്രാംസ് എല്ലാം കണ്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ വീണ്ടും എന്തായാലും എഴുതാൻ LKG ആകുമ്പോൾ അവർ എഴുതാനെല്ലാം പഠിച്ചോളും, അവർ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് പൊക്കോട്ടെ, ഒരു വർഷം കൂടെ ഹാപ്പി ആയിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മർത്തോമ സ്കൂളിൻ്റെ pre-KGയിൽ ചേർത്തു. ആ സമയത്ത് ശരിക്കും അവിടുത്തെ അഡ്മിഷനൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു. അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ആവാറായിരുന്നു. അതിന് മുമ്പ് നമ്മൾ വേറൊരിടത്ത് ചേർക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവിടെ ഇത് ലാസ്റ്റ് മിനിറ്റ് ഇത് കണ്ടപ്പോഴാണ് അങ്ങനെ നമ്മൾ അവിടെ ചേർക്കാമെന്ന് വിചാരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ശരിക്കും ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചിന്. എനിക്ക് എപ്പോഴും ഞങ്ങളൊരു കല്യാണത്തിനൊക്കെ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തത്. ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു സോങ് പാടുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അതിന് മുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ല എപ്പോഴും പനിയായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ സ്കൂളിൽ പോകാൻ അങ്ങനെ ഭയങ്കര മടിയാണ്. അപ്പം ഭയങ്കര മടിയായതുകൊണ്ട് എനിക്ക് ടെൻഷനായിരുന്നു. ഇനി ഇതുപോലെ പറഞ്ഞു വിടണമല്ലോ, രാവിലത്തില്ല എന്നുള്ള കരച്ചിൽ കേൾക്കണമല്ലോ എന്നൊക്കെ. പക്ഷെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള എന്താന്ന് വെച്ചാൽ 2 ദിവസം പോയതേ ഉള്ളൂ. പക്ഷെ ഇതുവരെയും ദൈവം സഹായിച്ച് അവൻ ഹാപ്പിയാണ് പോവാൻ. അവൻ ഓക്കെയാണ്. അവൻ 2 ദിവസം പോയി പിറ്റേന്ന് മുതൽ അവൻ സ്കൂളിൽ പോകണമെന്ന് വെച്ചപ്പോൾ പോകണം. ഞാൻ പറഞ്ഞു ഇന്ന് പനി പിടിച്ചിട്ട് പോകണ്ടെന്ന് പറഞ്ഞാലും പറഞ്ഞില്ല, പോകണം എന്ന് പറയും. ഭയങ്കര കാര്യമാണ്. അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സ്മാരും ഭയങ്കര കമ്പനിയാണ്. കമ്പനി എന്ന് വെച്ചാൽ നമുക്ക് എപ്പം വേണമെങ്കിലും അവരുടെ അടുത്ത് വിളിച്ചിട്ട് വൈകിട്ട് നമുക്കൊരു ടൈം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതുപോലെ അവരുടെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഒരാഴ്ച അവർ ചെയ്ത ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് അവർ വാട്സാപ്പിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, അതിൽ നമ്മളെ ഇൻഫോം ചെയ്യും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഉണ്ട്, ഓരോ കളർ ഡേ കോമ്പറ്റീഷൻസ്, ഡാൻസ് പ്രോഗ്രാംസ്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ സ്കൂളാണ്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലേ സ്കൂൾ അന്വേഷിച്ചത്. അപ്പം കുറേ പ്ലേ സ്കൂളുണ്ട്. അപ്പം നമ്മളവിടെ പോവുക, നമ്മൾ ജസ്റ്റ് സ്കൂളിൻ്റെ കോമ്പൗണ്ടും എല്ലാം നോക്കുക, എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ നോക്കുക. അതുപോലെ അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കുക. പിന്നെ എന്താണ് അവർ ചെയ്യിക്കുന്നതെന്നൊക്കെ ഉള്ള ഇത് നോക്കുക. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ യൂട്യൂബ് പേജോ അതൊക്കെ നോക്കുക. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ നോക്കിയിരുന്നത്. ഇതായിരുന്നു കേട്ടോ റിച്ചുവിൻ്റെ പ്ലേ ഗ്രൂപ്പിൻ്റെ ബുക്ക്. ടൈം കിഡ്സിൽ ഉണ്ടായിരുന്ന ബുക്കുകളൊക്കെ കുറേ സ്റ്റോറി റൈംസ്, അതുപോലെ നമ്മളുടെ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, അതിൻ്റെയൊക്കെ പിന്നെ ആക്ടിവിറ്റി ആയിട്ട് കുറച്ച് ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഒട്ടിക്കുക, ഓരോ പേപ്പേഴ്സ് ഒട്ടിക്കുക, അല്ലെങ്കിൽ കൈവരയ്ക്കുക, അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ്. അതല്ലാതെ അവർ വേറെ അവിടെ കുറേ ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പ്ലേ ഗ്രൂപ്പിലായിരുന്നു ടൈം കിഡ്സിൽ റിച്ചുവിനെ ചേർത്തത്. ഇതവിടുത്തെ നമ്പേഴ്സിൻ്റെ ബുക്കായിരുന്നു, മാച്ചിങ്, അതുപോലെ നമ്പേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ അവർ ആ സമയത്ത് അങ്ങനെ നമ്പേഴ്സൊന്നും അധികം പഠിച്ചൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് പനി ആയതുകൊണ്ട് അവൻ അങ്ങനെ എല്ലാ ദിവസവും പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്പേഴ്സ് ഇങ്ങനെ കണ്ടാലറിയാം. പിന്നെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഇതുപോലെ കുറേ ആക്ടിവിറ്റീസായിട്ടും കുറേ നേരം അവിടെ പോയിരുന്ന് കളിക്കുകയും അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതുപോലെ ABCD ബുക്ക്, പിന്നെ ഒരു ആക്ടിവിറ്റി ബുക്കും ഉണ്ടായിരുന്നു, അത് എവിടെയോ മിസ്സായിപ്പോയി. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അവിടുത്തെ ബുക്കുകൾ. ഇവിടുത്തെ മർത്തോമ സ്കൂളിലെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ അവിടെ തന്നെയാണ്, സ്കൂളിൽ തന്നെയാണ് വെക്കുന്നത്. ഇതിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നതാണ്. അപ്പം കുറേ ബുക്ക് സെറ്റ് ഉണ്ടായിരുന്നു.
അതിനകത്തുനിന്ന് ഇപ്പോൾ 2 അല്ലാതെ തന്നു വിട്ടതാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം സ്കൂളിൽ തന്നെ ഇരിക്കുവാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവന് A to Z എഴുതാൻ പഠിച്ചു. അപ്പോൾ ആദ്യമേ സിലബസിൽ ജസ്റ്റ് ഐഡൻറ്റിഫൈയും പിന്നെ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവൻ A to Z 1 to 10 എല്ലാം എഴുതാനൊക്കെ പഠിച്ചു. കുറേ ഇംഗ്ലീഷ് സോങ്, മലയാളം സോങ്, അതുപോലെ ആക്ഷൻ സോങ്, പാട്ട്, ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ഇടയ്ക്ക് PTA മീറ്റിംഗ് ഉണ്ട്, എക്സാം ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരും. അതിലും ശരിക്കും ഇതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം അവിടുത്തെ ആ ഒരു ആക്ടിവിറ്റീസും പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും പിന്നെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ നടത്തും. അപ്പം നമ്മൾ പാരൻസിനെയും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ് അവിടെ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാർത്തോമ സ്കൂളിൻ്റെ pre-KGയിൽ അവിടെ ചേർത്തത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറൊരിടത്ത് ചേർക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ചേർക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചേർത്തതാണ്. ശരിക്കും ഞാൻ ആ എടുത്തൊരു തീരുമാനം അത് ഭയങ്കര നല്ലതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. നമ്മളവിടെ സ്കൂളിൽ പോവുക, ആദ്യമേ നമ്മളൊരു കൊച്ചിനെ നമ്മളവിടെ ചേർക്കുന്നതിന് മുമ്പ് അവിടെ പോയി അവിടുത്തെ എല്ലാം ഒന്ന് നോക്കുക, അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കുക, അവരുടെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.